ഷേജയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഷിജ, വ്യാപകമായി തന്നെ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനാണിപ്പോൾ ഇ.പി. ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ വിഷയത്തിലും അദ്ദേഹം പറയുന്നത് എന്താണ്? തീർച്ചയായും കീർത്തി, ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇ.പി. ജയരാജൻ LDF കൺവീനർ BJP-യിലേക്ക് ചേരാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ പല മാധ്യമങ്ങളും വാർത്ത നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇ.പിയുടെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമാകുന്നത്. ബുദ്ധിയുള്ള ആരെങ്കിലും BJP-യിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം, അതായത് ഒരു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നയാൾ തന്നെ കാണുവാൻ വേണ്ടി ദല്ലാൽ നന്ദകുമാറുമായി വരുന്നു. അവർ തമ്മിലുള്ള ബന്ധമാണ് അന്വേഷിക്കേണ്ടത്. ഇതിൽ എന്തിനാണ് അദ്ദേഹം എന്നെ വന്ന് കണ്ടത് എന്നുള്ളതാണ്. വന്ന് കണ്ടു, സൗഹൃദം സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞു, പരിചയപ്പെട്ടു, അതിനുശേഷം അപ്പോൾ തന്നെ പോയി. ഇത് ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. അത് അപ്പോൾ തന്നെ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട കാര്യം ഇല്ല. നമ്മൾ രാഷ്ട്രീയക്കാരാണ്, പൊതുപ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി ഓരോ ദിവസവും ഓരോ വ്യക്തികളെയും നമ്മൾ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഉടൻ തന്നെ പാർട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അത്തരത്തിലൊരു സാഹചര്യം ഒന്നും തന്നെയില്ല. നിങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഞാൻ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളൊരു വ്യക്തിയെ, ആ സ്ത്രീയെ താൻ നേരിൽ കണ്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെയും. തനിക്ക് അവരെ ഒരിക്കൽ നേരിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണുള്ളത്. ടെലിഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഇതുവരെയും അവരുമായി നേരിട്ട് താൻ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് താൻ അവരുമായി ഈ ഹോട്ടലിൽ പോയി സംസാരിച്ചു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നത്? അവർ പറയുന്നത് തന്നെ വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇ.പി. പറഞ്ഞത്. അതോടൊപ്പം തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിയാൻ വേണ്ടി സന്നദ്ധത ഇ.പി. അറിയിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിന് ആ രീതിയിൽ അതൊക്കെ അത്ര ഗൗരവമില്ലാത്ത കാര്യമാണോ എന്നുള്ളൊരു മറുപടിയാണ് ഇ.പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ നിങ്ങളാണ് പറയുന്നത് ഈ വിഷയം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ ഇത് ആ രീതിയിൽ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല എന്നുകൂടിയാണ് ഇ.പി. വ്യക്തമാക്കുന്നത്. ഏതായാലും താൻ BJP-യിലേക്ക് പോകും എന്നുള്ള വാർത്ത അത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇ.പി. ജയരാജൻ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. കീർത്തി, ശരി, ശരിയാണ്. ആ വിവരങ്ങൾ നൽകിയത് വ്യക്തമായ മറുപടി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇ.പി. ജയരാജൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. താൻ BJP-യിലേക്ക് പോകുമെന്ന തരത്തിലുള്ള വാർത്തകൾ അത് അടിസ്ഥാനമാണെന്നും ശുദ്ധ അസംബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.